ഗതാഗതക്കുരുക്കിൽ വളഞ്ഞ ഉപ്പുതറ എന്ന കുടിയേറ്റ ഗ്രാമം. അനധികൃത പാർക്കിംഗ് ആണ് ഉപ്പുതറ ടൗണിലെ ഗതാഗതക്കുരുക്കിന്റെ പ്രധാന കാരണം. ഓട്ടോ ടാക്സി സ്റ്റാൻഡുകളില്ലാത്തതും തിരിച്ചടിയാകുകയാണ്. പൊതുമരാമത്ത് വകുപ്പ് റോഡിന് വീതി കൂട്ടാൻ എസ്റ്റിമേറ്റ് എടുത്തിട്ട് 5 വർഷം കഴിഞ്ഞിട്ടും തുടർ നടപടിയുമായിട്ടില്ല. കാല കുടിയേറ്റ ഗ്രാമമാണ് ഉപ്പുതറ. വികസന കാര്യത്തിൽ വലിയ പുരോഗതിയൊന്നും ഇന്നും ഉപ്പുതറയ്ക്ക് കൈവരിക്കാനായിട്ടില്ല. ദിവസം തോറും ഉപ്പുതറ ടൗണിൽ ഗതാഗത പ്രതിസന്ധി രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നതും ഉപ്പുതറ ടൗണിൽ തന്നെ. ഉപ്പുതറ വലിയ പാലം മുതൽ KCB ജംഗ്ഷൻ വരെ ദിവസം മുഴുവനും എന്ന പോലെ ഗതാഗത കുരുക്കാണ്. കുരുക്കിനിടയിലൂടെയാണ് പഞ്ചായത്ത് ഭരണാധികാരികൾ പഞ്ചായത്ത് ഓഫീസിലേക്ക് യാത്ര ചെയ്യുന്നത്. നേരം പുലരുമ്പോൾ തന്നെ സ്വകാര്യ വാഹനങ്ങൾ റോഡിന്റെ ഇരുവശവും നിരക്കും. പിന്നെ ഒരു വാഹനത്തിന് മാത്രം കടന്നു പോകാനുള്ള വീതി മാത്രമാവും റോഡിനുണ്ടാവുക. ഇതിലൂടെ ഇരുവശത്തും വാഹനങ്ങൾ എത്തുമ്പോൾ ഗതാഗതക്കുരുക്കും ആരംഭിക്കും. മെയിൻ പട്ടണമായ ഉപ്പുതറയിൽ ഗതാഗതക്കുരുക്ക് മൂലം പൊതിമുട്ടുകയാണ് ഉപ്പുതറയിലെ ജനങ്ങൾ. ഇപ്പോൾ വാഗമൺ പരപ്പ് ഹൈവേ കൊണ്ട് തുടങ്ങിയപ്പം നിരവധിയായ വാഹനങ്ങൾ കോട്ടയത്തേക്കും എറണാകുളത്തേക്കും തൊടുപുഴയ്ക്കും പോകുന്ന നിരവധിയായ വാഹനങ്ങളെ കടന്നു പോകുന്നു. ഈ ഉപ്പുതറ ടൗണിൽ പാർക്കിംഗ് സംവിധാനം ഇല്ലാത്ത മൂലം അതിഭയങ്കരമായ രീതിയിൽ ആൾക്കാർ പൊറുതിമുട്ടുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ വാഹനം കൊണ്ട് പാർക്ക് ചെയ്യുന്നു. വ്യാപാരികൾക്ക് അത് പ്രതികൂലമായി ബാധിക്കുന്നു. ബസ്സുകളുടെ കാര്യമാണ് ഏറ്റവും വലിയ കുഴപ്പം. കാരണം വളവോട് ഭാഗത്തേക്ക് വന്ന വാഹനം ഇവിടെ ഈ കാണക്കാലി സ്റ്റോഴ്സിൻ്റെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്യും. അത് മധ്യഭാഗം ചേർന്ന് പാർക്ക് ചെയ്യുന്ന മൂലം പിന്നെ റോഡിൻ്റെ പകുതി ഭാഗത്തോട് വേണം 2 സൈഡിൽ കൂടെ വാഹനങ്ങൾ പോകേണ്ട സാഹചര്യം വരുന്നു. 20 വർഷക്കാലമായിട്ട് ഇവിടുത്തെ പാർക്കിംഗ് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പഞ്ചായത്ത് മെമ്പറായ സമയത്ത് ഫോർമുല വെച്ചു. 1 by 1 ആയിട്ട്, അതായത് ഇന്ന് റൈറ്റ് സൈഡ് പാർക്കിംഗ് ആണെങ്കിൽ നാളെ ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ നോ പാർക്കിംഗ് ബോർഡ് വെക്കുക. കാരണം ടൗൺ ക്ലീൻ ചെയ്യുന്ന സ്റ്റാഫുകളുണ്ട്. അവർ രാവിലെ ബോർഡ് എടുത്ത് അപ്പുറത്തേക്ക് ഇപ്പുറത്ത് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നോ പാർക്കിംഗ് വെച്ച് കഴിഞ്ഞാൽ തിങ്കളാഴ്ച ഇടത് സൈഡിലാണെങ്കിൽ പാർക്കിങ്ങിൽ, ചൊവ്വാഴ്ച വലത് സൈഡിൽ. അപ്പോൾ വ്യാപാര മേഖല പ്രതികൂലമായി ബാധിക്കത്തില്ല. ആർക്കും നെഗറ്റീവായിട്ടൊരു ഗുണം റിസൾട്ട് ഉണ്ടാകത്തില്ല. റോഡിന്റെ ഒരു വശത്ത് മാത്രം പാർക്ക് ചെയ്യാവൂ എന്ന് മുൻ ഭരണസമിതിയുടെ തീരുമാനം കാറ്റിപ്പറത്തിയാണ് അനധികൃത പാർക്കിംഗ് കൊടുക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിലടക്കം രോഗികളുമായി ആംബുലൻസ് കടന്നു പോകുന്ന റോഡിലാണ് നിരന്തരം ഗതാഗതക്കുരുക്കുണ്ടാവുന്നത്. ഉപ്പുതറ ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടുമ്പോഴും ഭരണാധികാരികൾ ഉറക്കത്തിലാണ്. ഗതാഗതക്കുരുക്കിൽപ്പെട്ട് നിരവധി അപകടങ്ങളും ഉണ്ടാകുന്നുണ്ട്. നടപ്പാത കയ്യേറി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനാൽ കാൽനടക്കാർ നടു റോഡിലൂടെ യാത്ര ചെയ്യേണ്ട അവസ്ഥയിലാണ്. ഗതാഗതക്കുരുക്കിൽപ്പെട്ട അപകടമുണ്ടായി മരണം വരെ സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ടും ടൗണിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ അധികൃതർക്കായിട്ടില്ല. ദിവസവും ഉണ്ടാവുന്ന ഗതാഗതക്കുരുക്കും അനധികൃത പാർക്കിങ്ങും പുതിയ പഞ്ചായത്ത് ഭരണസമിതിക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.